പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോസ് കാണണമെന്നുണ്ട് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ല. സംഗതി ഐഡിയ നമ്മൾ പറഞ്ഞുതരാം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പറവന്നൂരുള്ള ദാദുമോൻ കൊച്ചിയിലെ ബിരിയാണി സ്റ്റോർ കാണാൻ പോയ കഥയാണ്. കൊച്ചിയിലൊരു ബിരിയാണി സ്റ്റോറുണ്ട്. അതിൻ്റെ ശ്രീജിത്ത് എന്ന് പറഞ്ഞ ആൾ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് വ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് കാണണം, ആ സ്റ്റോർ അല്ലെങ്കിൽ ആ ബിരിയാണി സ്റ്റോർ ഒന്ന് പോയി കാണണം, അവിടുന്ന് ഭക്ഷണം കഴിക്കണം, അതൊന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇവർ കൊച്ചിയിലേക്ക് പോയതാണ്. ദാദുവും ഫാമിലിയും, ഉമ്മയും ഉപ്പയും എല്ലാവരും. അങ്ങനെ അവർ പോയി അവിടെ ശ്രീജിത്ത് ദാദുവിനെ കണ്ട് സംസാരിച്ചു, ഒരു വീഡിയോ എടുത്തു. ഇപ്പോൾ ആ വീഡിയോ 100K വ്യൂവേഴ്സൊക്കെ ആയിട്ട് ഇൻസ്റ്റഗ്രാമിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. ഒരു മലപ്പുറത്തുനിന്ന് വന്ന പയ്യനെ ഞാൻ കണ്ടുമുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീജിത്തിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അതിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ടൈമിൽ ബിഹൈൻഡ് ദ സീൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരാണ് ദാദുമോൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അളിയൻ്റെ മോനാണ്. അതായത് നെല്ലറ സെയ്തൽ വ്യാജിൻ്റെ മകൻ യൂനിസിൻ്റെ മോനാണ് നമ്മൾ ദാദുവിൻ്റെ വീഡിയോ സഞ്ചാരിയിൽ മുൻപ് വന്നിട്ടുണ്ട്. പിന്നെ ഒരു 4 കൊല്ലം മുന്നേ തന്നെ ദാദുവിൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ അടുത്ത് അവന് അപ്പോൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതാണ്. കൊച്ചിക്ക് പോകാൻ വേണ്ടിയിട്ട് ട്രെയിനിനെ വെയിറ്റ് ചെയ്തുകൊണ്ടുള്ള നിർത്താണത്. അങ്ങനെ ട്രെയിൻ വന്നു. അവനങ്ങനെ ട്രെയിനും കാത്തുനിന്ന് ട്രെയിനിൽ കയറി യാത്ര ചെയ്യാണ്. കലൂരുള്ള ബിരിയാണി സ്റ്റോറിലേക്കാണ് ഇവർ പോയത്. കൊച്ചി കാണാൻ, കൊച്ചിയിലെ ബിരിയാണി സ്റ്റോർ കാണാൻ, അവിടുന്ന് ഫുഡ് കഴിക്കാൻ ഒക്കെ ആയിട്ടുള്ള ഒരു യാത്ര. അതാ വന്ദേ ഭാരതിൽ ദാദുവും ടീമും പോവാണ്. അപ്പോൾ ദാദുവിന് കാലങ്ങളായിട്ട് ദാദുവിൻ്റെ ഇപ്പം ബിസിനസ്സാണ്. അതും ഈ ഹോട്ടൽ ഫീൽഡിൽ തന്നെയാണ്. വാപ്പച്ചിയും പിന്നെ വെല്ലിപ്പയും, അതായത് സെയ്തൽ വ്യാജി ആണെങ്കിൽ വർഷങ്ങളായിട്ട് കഫ്തേരിയ നടത്തലും കാര്യങ്ങളായിട്ടുള്ള അതിൻ്റെ ഫുഡ് ഫീൽഡിൽ തന്നെ ആയിരുന്നു ആ ബിസിനസ്. അപ്പോൾ തലമുറകളായിട്ട് ബിസിനസ് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് നമ്മളെ ദാദുവിനും ഇനി ആഗ്രഹം ഒരു ബിസിനസ് മാൻ ആവണം എന്നുള്ളതാണ്. ദാദു ഇപ്പം തന്നെ ബിരിയാണീൻ്റെ ഒരു മസാല ഒക്കെ ഉണ്ടാക്കിയിട്ട് അയൽവാസിയിലെ വീടുകളിലൊക്കെ ബാഗിലാക്കി കൊണ്ടു കൊടുത്തിട്ട് കച്ചവടം ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ ഇതിന് മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് നമ്മളെ ചാനൽ പരിശോധിച്ചാൽ കാണാൻ പറ്റും. അപ്പോൾ ഇനി ഭാവിയിൽ ഒരു ബിരിയാണി സ്റ്റോറിൻ്റെ മുതലാളി ഒക്കെ ആയി മാറാനാണോ എന്താണോ ആഗ്രഹം എന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട് മറ്റേ ശ്രീജിത്തിൻ്റെ വീഡിയോയിൽ. അപ്പോൾ അതിനവന് ബിസിനസ്സിനെ പറ്റിയിട്ട് തന്നെയാണ് പറയണത്. ഏതായാലും ദാദുമോൻ ആഗ്രഹിക്കണ മാതിരി നല്ലൊരു ബിസിനസ്മാനായി വളരട്ടെ. കൊച്ചി വാട്ടർ മെട്രോ അങ്ങനെ എല്ലായിടത്തും കറങ്ങി അങ്ങനെയാണ് ദാദു തിരിച്ച് പറവന്നൂർക്ക് വന്നിട്ടുണ്ടാവുക. അപ്പോൾ ദാദുമോൻ്റെ വീഡിയോസ്, ആ ശ്രീജിത്തിൻ്റെ ആ വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ബിരിയാണി സ്റ്റോർ ഒന്ന് അടിച്ചു നോക്കുക. അതിൽ കാണാൻ പറ്റും. 100K മേലായിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ അതിൽ കൂടുതലായിട്ടുണ്ടാവും. അപ്പോൾ പുള്ളിൻ്റെ 200K ഒക്കെ മേലുള്ള വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ അതിന് മുന്നേ തന്നെ. അപ്പോൾ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ അതിൽ ദാദു സംസാരിക്കണതൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും